ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഭക്ഷണ കാര്യത്തിൽ ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്ന ഒരാളാണ് നടൻ മമ്മൂട്ടി. അതുകൊണ്ടാണ് മമ്മൂക്കയെ കണ്ടാൽ നമ്മുടെ പകുതി പ്രായം മാത്രം തോന്നിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുള്ള സമൂസ എന്ന പലഹാരം ഇഷ്ടമാണെങ്കിൽ കൂടി എണ്ണ പൊരിച്ചതായത് കാരണം അത് കഴിക്കാറില്ലെന്നും പകരം സമൂസ കഴിക്കാൻ തോന്നുമ്പോൾ ആവി വേവിച്ചെടുത്ത 1-2 എണ്ണം മാത്രം കഴിക്കൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടത്. ആവിയിൽ വേവിച്ചെടുത്ത ഈ സമൂസ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലും തിബറ്റിലും നേപ്പാളിലും ഒക്കെ ഒരു പ്രധാന വിഭവമാണ്. മോമോസ്, ഡിംസും എന്നൊക്കെയാണ് ഈ ആവിയിൽ വേവിച്ച സമൂസക്ക് പറയുന്ന പേര്. നമ്മൾ മലയാളികൾക്ക് എണ്ണയിൽ കുളിച്ച വിഭവങ്ങളാണല്ലോ പ്രിയം. എന്നാൽ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ശരീരത്തിൻ്റെയും പോക്കറ്റിൻ്റെയും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാണ്. മോമോസ് പോലുള്ള വിഭവങ്ങൾ സ്വാദിൽ എണ്ണപ്പലഹാരത്തിനേക്കാളും മുന്നിലാണ്. അധികം ചേരുവകളൊന്നും വേണ്ട എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 1 കപ്പ് മാവും കുറച്ച് ഇറച്ചി ഉണ്ടെങ്കിൽ ഇത് തയ്യാറാക്കാം. വെജിറ്റേറിയൻ ആണെങ്കിൽ ഇറച്ചിക്ക് പകരം ഒരു ക്യാരറ്റും സവാളയും മതി. മസാല കാണിക്കുന്നതിന് വേണ്ടി ഇവിടെ ഞാൻ നോൺ വെജ് മോമോസാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ഷെസ്വാൻ സോസും തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബീഫ് മോമോസാണ്. 2 ഗ്ലാസ് മൈദ കുറച്ച് ഉപ്പും ചേർത്ത് ചപ്പാത്തി പരുവത്തിൽ ഇതുപോലെ കുഴച്ചെടുക്കണം. ഇത് അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് വേവിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം ക്രഷ് ചെയ്തെടുക്കാം. ഈ ബീഫിലേക്ക് ചോപ്പ് ചെയ്ത 2 സവാള ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് കൊറിയാണ്ടർ ലീഫ്, ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. 1.5 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഇവ ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുഴച്ച് വെച്ച മാവ് ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. ഇങ്ങനെ ചെറുതായി പരത്തി ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിങ്ങനെ മടക്കിയെടുക്കാം. നമ്മളിതെല്ലാം ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ തട്ട് വെച്ച് അതിലേക്ക് ഇത് വെച്ച് വേവിച്ചെടുക്കണം. ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട ഷെസ്വാൻ സോസ് തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തിളച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ കുതിർത്താൻ വെക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് എടുക്കണം. ഇനി ഒരു പാനിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചൂടാക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചച്ചുവ മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇനി അരച്ച് വെച്ച ചില്ലി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് നല്ലവണ്ണം യോജിപ്പിക്കണം. 3 മിനിറ്റ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം വെക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞു വരും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ വിനിഗർ, 2 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് ഇളക്കി 2 മിനിറ്റ് നമുക്ക് ചൂടാക്കിയെടുക്കണം. നമ്മുടെ ഷെസ്വാൻ സോസ് റെഡിയായി. ഈ നേരം കൊണ്ട് നമ്മുടെ മോമോസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയ മോമോസും ഷെസ്വാൻ സോസും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നതാണ്. താങ്ക് യു.